ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ ഇങ്ങനെ തുറക്കാറായില്ലേ. അപ്പോൾ എൻ്റെ മക്കൾ ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഗോയിങ് ടു സ്കൂൾ എന്നാണ് ഞാൻ ഇതിന് ടാഗ് കൊടുത്തിരിക്കുന്നത്. അതായത് എൻ്റെ മക്കൾ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് മക്കൾക്ക് സ്കൂളിൽ പോകാനായിട്ട് വാങ്ങിച്ച സാധനങ്ങളിലെല്ലാം ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സാധനം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് ഓർത്തിട്ട് പോയി വാങ്ങാമല്ലോ. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപേ ആണെങ്കിലല്ലേ നമുക്കത് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഹലോ, അപ്പം നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് കാണാം. എല്ലാം കാണാം, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ സ്കൂളിലോട്ട് പോകുമ്പോൾ ആദ്യമായിട്ട് വേണ്ട നമുക്ക് ബാഗാണല്ലോ. അപ്പോൾ ഞങ്ങൾ ജെനിയുടെ ബാഗാണ് വാങ്ങിച്ചത്. ഞങ്ങൾ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത്, ആമസോൺ വഴിയാണ് പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഓഫറിന് കിട്ടിയതാണ്. രണ്ടുപേർക്കും ജെനിയുടെ ബാഗ് സെയിം ബാഗ് തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ബുക്സ് ആണ്. ബുക്സ് സ്കൂളിൽ നിന്ന് കിട്ടി. LKG-ലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് 2-3 നോട്ട്ബുക്കുകൾ മാത്രമേ ഉള്ളൂ. ഒന്നൊരു പ്ലെയിൻ നോട്ട്ബുക്ക്, പിന്നെ ഒരു സ്ക്വയർ ലൈൻ മറ്റേ മാത്സ് ഒക്കെ എഴുതുന്ന പോലത്തത്, പിന്നെ 4 ലൈൻ്റെ ബുക്ക്, പിന്നെ ഒരു ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു കളറിങ് ബുക്കും കൂടെയാണ്, ഡ്രോയിങ് ബുക്ക് കൂടെയാണ് അതായത് സ്കൂളിൽ നിന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്താണ്. പിന്നെ അവരുടെ ടെക്സ്റ്റ് ബുക്ക്, LKG-ലോട്ടാണ് പോകുന്നതെങ്കിലും ഇത്രയും ടെക്സ്റ്റ് ബുക്സ് ഉണ്ട് അവർക്ക്. അപ്പം ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് സെന്റ് തോമസ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഇവർ പഠിക്കുന്നത്. സെന്റ് തോമസിന്റെ തന്നെ ടെക്സ്റ്റ് ബുക്സ് ആണ്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം അങ്ങനെ 3 ബുക്കുണ്ട്. ഓരോ സ്കൂളിലും ഓരോ രീതിയായിരിക്കും. ഇത് സ്കൂളുകാരുടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ബുക്സ് ആണ്. ഇതും അതുപോലെ എന്ത് ബുക്കാണ്, ആൽഫബറ്റ്സ് ബുക്കാണ്. ഇത് ആൽഫബറ്റ്സ് ബുക്കാണ്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം അങ്ങനെ ആൽഫബറ്റ്സിന്റെ 3 ബുക്കുണ്ട്. പിന്നെ വരുന്നത് ഹണി ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഇതിനകത്താണ് നമ്മളെ മെയിൻ സബ്ജക്റ്റ്, അതായത് ഇംഗ്ലീഷ്, മാത്സ്, EVS ഇത് 3 സബ്ജക്റ്റും ഇതിനകത്ത് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ഇവരുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഫസ്റ്റ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു കാര്യം, ഇവരുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം 4 ടേം 3 ആയിരുന്നു. സോറി, ഫസ്റ്റ് ടേം ബുക്കിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ടെക്സ്റ്റ് ബുക്ക് കണ്ടോ കാണാമോ? ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യത്തെ ലെറ്റർ എല്ലാം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് അവർ ആദ്യം പഠിപ്പിക്കുന്നത് എല്ലിൽ, അതും സ്മോൾ ലെറ്റേഴ്സ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞു. അപ്പം 3 ടെക്സ്റ്റ് ബുക്കും ഹണി ഡ്രോപ്സിന്റെ തന്നെയാണ്. മാത്സ്, ഇംഗ്ലീഷ്, EVS. ലാസ്റ്റ് സെക്കൻഡ് ടേമിന്റെ ബുക്ക് കുറച്ച് കട്ടിയുള്ള ബുക്കാണ്. ബാക്കി 2 കുഴപ്പമില്ല. പിന്നെ ഒരു കളർ ചെയ്യാനായിട്ടുള്ള ഒരു കളറിങ് ബുക്കുണ്ട്. ഇത് കാണാമോ? പിന്നെ റൈംസിന്റെ ഒരു ബുക്കുണ്ട്. റൈംസിന്റെ ബുക്ക് ഇതാണ്. അപ്പൊ ഇത്രയും ടെക്സ്റ്റ് ബുക്കുകളാണ് LKG പോകുന്ന കുട്ടികൾ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കണ്ടു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും എന്തായാലും ബൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പേർക്കൂടെ ഞാൻ 2 റോള് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള ബൈൻഡ് ചെയ്യാനായിട്ടുള്ള 2 ബ്രൗൺ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. 2 പേർക്കും വാങ്ങിച്ചിട്ടുണ്ട്. 2 പേർക്കും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആയിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും നെയിം സ്ലിപ്പ് ഒക്കെ ഒട്ടിക്കണം. അപ്പം ടെക്സ്റ്റ് ബുക്കിലും നോട്ട്ബുക്കിലും ഒക്കെ നെയിം സ്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബോക്സ്, പെൻസിലൊക്കെ ഇടാനായിട്ട് അത് 2 കമ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ബോക്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. 2 പേർക്കും ഒരുപോലത്തെ ബോക്സ് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്.
പിന്നെ ഇറേസർ വാങ്ങിച്ചിട്ടുണ്ട്, ഷാർപ്പനർ, പിന്നെ പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു മാർക്കർ വാങ്ങിച്ചിട്ടുണ്ട്. മാർക്കർ എല്ലാത്തിനും മാർക്ക് ചെയ്യാനായിട്ടാണ്. പിന്നെ ഈ ബാക്കി ഇരിക്കുന്ന ഇത്രയും സാധനങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഉള്ള ഐറ്റംസ് ആണ് നമ്മളിവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതിനുമുമ്പേ നമുക്ക് ലഞ്ച് ബോക്സും ഇത് സ്നാക്സ് ബോക്സ് ആണ്. ഞങ്ങൾ ഇത് ലുലു എന്നാണ് വാങ്ങിച്ചത്. ലുലു ബാക്ക് ടു സ്കൂൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. രണ്ടുപേർക്കും വാങ്ങിച്ചു. സ്റ്റീലിൻ്റെ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. അപ്പം ഇത് സ്നാക്സ് ബോക്സ് ആണ്. രണ്ടുപേർക്കും രണ്ട് കളറാണ് വെച്ചത്. ഇത് നമുക്ക് വരുന്ന ലഞ്ച് ബോക്സ് ആണ്. ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്, നല്ല സ്റ്റീലിൻ്റെ ആണ്. തുറന്ന് കാണിച്ചു തരാം. രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് വരുന്നത്. ചോറ്, കറി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, രണ്ടുപേർക്കും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് വാട്ടർ ബോട്ടിൽ സെലോഡാണ് മേടിച്ചത്. ഇതും ലുലു എന്നാണ് വാങ്ങിച്ചത്. വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഒരാൾക്ക് പിങ്ക് കളറാണ് വാങ്ങിച്ചത്, മറ്റേ ആൾക്ക് ബ്ലൂ. രണ്ടുപേർക്കും അത് വാങ്ങിച്ചു. പിന്നെ നമുക്ക് വരുന്നത് ലഞ്ച് ബോക്സ് കഴിഞ്ഞു. ഇത് എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ ബോക്സ്. അവർക്കിപ്പം ക്ലേ ഒക്കെ വെച്ച് കളിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കയ്യിലും മേത്തൊക്കെ ആകുമ്പോഴത്തേക്കും അത് ഒന്ന് തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും സെപ്പറേറ്റ് ചെയ്തപ്പോൾ രണ്ടുപേർക്ക് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതുണ്ട്. പിന്നെ ഇത് നമ്മളെ ക്ലേയുടെ തന്നെയാണ്. നമ്മൾ മോൾഡ് ക്ലേയുടെ തന്നെ കളേർഡ് വിത്ത് കളേർഡ് എന്നാണ് ഇതിന് പറയുന്നത്. ക്ലേയുടെ ഒരു ഇതാണ്. കുറച്ച് മോൾഡുകളൊക്കെ ഉണ്ട്. 12 പീസിന്റെ മോൾഡാണ് വരുന്നത്. 12 നമ്പേഴ്സിന്റെ ആണ് വരുന്നത്. ക്ലേ അവർക്ക് ഇതൊക്കെ സ്കൂളിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സാധനങ്ങളെല്ലാം നമ്മൾ സ്കൂളിൽ നേരത്തെ ഒരു പറയുന്ന ഡേറ്റ് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഫെവിക്വിക്ക് സ്റ്റിക്ക് നമുക്കത് പേപ്പറിലൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ലിസ്റ്റ് ഓഫ് സാധനം ഞാൻ പറഞ്ഞില്ലേ കേട്ടോ, അതിലുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ. ഇതിൽ വിട്ടുപോയി 2-3 ഐറ്റം കൂടെ ഉണ്ട്. നമുക്ക് 2-3 ഐറ്റം കൂടെ പർച്ചേസ് ചെയ്യാനൊന്നുണ്ട്. ബാക്കി എല്ലാ ഐറ്റവും നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ കാണിച്ചത് നമ്മൾ ബുക്കൊക്കെ ബൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കത്തി പോലത്തെ സാധനം വേണമല്ലോ, ഒരു സൈഡൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ച സാധനമാണ്. പിന്നെ ഈ ഒരു ടവൽ എന്തിനാന്ന് വെച്ചാൽ ഒരു സാധനം വിട്ടുപോയി, ഫയല്. ഈ ഫയലും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫയലാണ്. രണ്ടുപേർക്കും ഫയൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ബുക്കും പേപ്പേഴ്സൊക്കെ ഇതിൻ്റെ അകത്തായിരിക്കും അവരിട്ട് സൂക്ഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഫയൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേർക്കും ഫയൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളാണല്ലോ, അപ്പോൾ അവർ സ്കൂളിൽ പോകുമ്പോൾ എന്തായാലും തലമുടിയൊക്കെ കെട്ടണമല്ലോ. അങ്ങനെ ഞാൻ തലമുടിയൊക്കെ കെട്ടാൻ വേണ്ടി ഒരു റബ്ബർ ബാൻഡ് കൊടുത്തത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റുഡിയോ എന്നാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കയ്യിൽ വെക്കാനായിട്ട്. ഇതും കട്ട് ക്ലിപ്പാണ്, അതും അവർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പൊട്ട്, ചെറിയ കുട്ടികളെ പൊട്ടൊക്കെ വെച്ച് പോലെ പൊട്ട് വാങ്ങിച്ചിട്ടുണ്ട്. കുത്തുമാല, സ്കൂളിലൊക്കെ പോകുന്നതിന് കുത്തുമാലയൊക്കെ ഇട്ട് പോകാൻ വേണ്ടി ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ മേടിച്ചത്. ഇത് ടവൽ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ടിഫിൻ ബോക്സ് ഒന്ന് പൊതിഞ്ഞൊക്കെ കൊടുത്തു വിടാനും അതിനാണ് ഞാൻ ഈ ടിഫിൻ ബോക്സ് പൊതിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വാങ്ങിച്ചത്. ഇത് ഇന്നും തന്നെയാണ് വാങ്ങിച്ചത്. അപ്പം ഇത്രയും ഐറ്റംസൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. സ്കൂളിലോട്ട് പോകാനായിട്ട് വെരി എക്സൈറ്റഡ്. എങ്ങനെയാണ് പോയി പോകുന്നതെന്ന് അറിയാനൊരു ആഗ്രഹവും ആകാംക്ഷയും ഉണ്ട്. പിന്നെ ഈ ബുക്കൊക്കെ ഒന്ന് ബൈൻഡ് ചെയ്യാനുണ്ട്. ബൈൻഡ് ചെയ്ത് ഫുൾ സെറ്റ്. ഇനി യൂണിഫോം ഒക്കെ ഉണ്ട്. യൂണിഫോമും അതൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. അതെല്ലാം സെറ്റാക്കിയിട്ട് പുതിയ വീഡിയോ വരും. അപ്പോൾ അതുവരെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.